നമസ്കാരം ഏമേജ്. നമസ്കാരം AJP ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം 4:46 ആയിരിക്കുന്നു. അപ്പൊ ഞാൻ അലിൻ ജോസ് പെരേര എന്റെ മുന്നിൽ ഇരിക്കുന്നത് സ്വന്തം സുഫു. നിങ്ങളെ സ്വന്തം സുഫു പറയും. നാളെ മുതൽ നിങ്ങൾ ഭക്ഷണം എങ്ങനെ കഴിക്കും? വാവ് കൊണ്ട് കഴിക്കും. പിന്നെ എങ്ങനെ കഴിക്കും? പ്ലാൻ ചെയ്തത് ഇല്ല. അതായത് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ ശരിയാണ്, നാളെ മുതൽ ഗ്യാസ് ഇല്ല, അല്ല ഗ്യാസിനെ കുറിച്ച് നമസ്കാരം, ഞാൻ AJP നിങ്ങളുടെ സ്വന്തം അലിൻ ജോസ് പെരേരയാണ്. ഈ നിമിഷം ഇപ്പോൾ സമയം 4:47 ആയിരിക്കുന്നു. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സ്വന്തം സുഫുവാണ്. അപ്പൊ എന്താ പറയാനുള്ള വാർത്തകളെ പറ്റി? ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഘടകമാണ് ഭക്ഷണം, വായു, അല്ലെ? നാളെ മുതൽ നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇതാണ് എന്റെ ചോദ്യം. LPG ഗ്യാസ് നാളെ മുതൽ കിട്ടാനില്ല. എന്തുകൊണ്ടാണ് LPGക്ക് ഇത്ര ക്ഷാമം വന്നത്? ഇറാനിലെ യുദ്ധം കൊണ്ടായിരിക്കണം എന്നുള്ള സാധ്യത. അപ്പോ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാണ്ട് മലയാളികൾ സ്വന്തം വീടുകളിൽ സ്വന്തം വിറകുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. അതാണ് മലയാളികൾ പൊളിയാണ്. എവിടെ പോയാലും മലയാളികൾക്ക് ജീവിക്കാൻ അറിയാം. കാരണം വലിയ വലിയ ആളുകൾ ഹോട്ടൽ പൂട്ടിയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കമന്റ് ചെയ്യുക. മലയാളികളാണോ നിങ്ങളെ കളി? എന്ത് നമുക്ക് മാറ്റി വെക്കാം. വെള്ളം, വായു, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കേരളത്തിലെ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഒരു നേരം വരെ കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കാനുള്ളത് ഈ നിമിഷത്തിലെ. ഇപ്പോ എല്ലാ ഹോട്ടലുകളും ഇപ്പോൾ അടച്ചിടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്? പറയും. ഒരു മലയാളി ഒരിക്കലും വിശന്നിരിക്കൂല. കാരണം അവനറിയാം എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. കാരണം ജീവിക്കുന്നതിന്റെ ഭക്ഷണം കഴിക്കാനാണ്. കാരണം കേരളത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഗ്യാസും അടുപ്പും കാര്യങ്ങളും വരുന്നതിന് മുന്നേയും ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ എങ്ങനെയെങ്കിലും, മലയാളി മാത്രമല്ല ഏത് മനുഷ്യരും എങ്ങനെയെങ്കിലും ഏത് സാഹചര്യത്തിലും ജീവിച്ചു പോകുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അല്ലെ? തീർച്ചയായും. അപ്പൊ ഈ നിമിഷത്തെ പ്രധാന വാർത്ത അല്ലെങ്കിൽ നമുക്ക് പോവാം. അടുത്ത വാർത്ത ഏപ്രിൽ 19 അല്ലല്ല, പ്രധാന വാർത്തകൾ തന്നെ അടുത്ത റിലീസിനെ പറ്റി പറഞ്ഞു. അപ്പോ നമസ്കാരം. അപ്പോ സിനിമ വാർത്തകളിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോ ജയസൂര്യ നായകനെ മിഥുൻ മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള ആട് 3യുടെ പുതിയ വിശേഷങ്ങളുമായി AJP. അപ്പൊ ആട് 3 ഈ വരുന്ന 19-ാം തീയതി റിലീസാവും. കേരളമേ നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുമോ ഇല്ലയോ? കാരണം ആട് 1ന്റെ പരാജയത്തിൽ ആട് 2 സക്സസ് ആയി. ഇനിയിപ്പോ ആട് 3 എന്താവുമെന്ന് ദൈവത്തിനറിയാം. അതും പരാജയം. അപ്പോ ആട് 3യിൽ നമ്മുടെ ഫുക്രു വന്നതിനെ പറ്റി വിജയ് ബാബു എന്തുകൊണ്ട് കളിയാക്കി? പുള്ളിയെടുത്ത് ചോദിക്കണോ? കാരണം പുള്ളി ഫുക്രു വന്നതിനെ പറ്റി ഒരുപാട് പേര് തെറിവിളിക്കുന്നു പറയുന്നു. താങ്കൾ ഉൾപ്പെടെ ചില ആൾക്കാർ നമ്മൾ പടത്തിൽ അഭിനയിക്കുമ്പോൾ തെറിവിളിക്കുന്നു പറയുന്നു. പക്ഷെ ഫുക്രു എന്ന് പറഞ്ഞ ആള് പരമ്പോഴും തെറിവിളിക്കേണ്ട ആവശ്യമുണ്ടോ? കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഫുക്രുവിനെ തെറിവിളിക്കുന്നത്, അല്ലേ? അപ്പൊ എന്തായാലും ന്യൂസ് അവറിൽ ഇപ്പൊ നമ്മളൊപ്പം ഉള്ളത് സുഫു ആണ്. എന്തായാലും സുഫുവിനെ നമുക്ക് ചോദിക്കാം. സുഫു, ആട് 3 സിനിമ എത്രത്തോളം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു? വന്നാലല്ലേ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വരാൻ പോവുകയല്ല, അടുത്ത വെള്ളിയാഴ്ച റിലീസ് ആകുകയാണ്. അപ്പൊ സുഫു എന്താ പറയാം? ഫിലിം കാണാൻ ഇല്ല, കേറ്റൂല. ഞാൻ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഫസ്റ്റ് റിലീസിനും തന്നെ കാണുന്നു. കള്ളപ്രിന്റ് ആയിരിക്കും. വീണ്ടും തുടങ്ങുക നിങ്ങളുടെ ന്യൂസ് ചരിത്രം. അപ്പോ ന്യൂസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറയാനുള്ളത്? വർദ്ധിക്കട്ടെ, നല്ല കാര്യമല്ലേ? ഡയലോഗ് പോയി. അങ്ങനെ പറയുന്നത് കാരണം കേരളത്തിലെ മലയാളി പ്രേക്ഷകർക്ക് ഗ്യാസിന്റെയും വെള്ളത്തിന്റെയും കറണ്ടിന്റെയും പിന്നെ എന്താ പറയാ പാലിന്റെ ഒക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ പോലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായെങ്കിലും അതിനൊക്കെ അതിജീവിക്കും. അവർക്ക് അത്രമാത്രം കാരണം വലിയ രീതിയിൽ ശമ്പളം പഠിക്കാണ്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നുണ്ട്.
അവർക്ക് ഈ പറയുന്ന പാലിന്റെയും പത്രത്തിന്റെയും എന്താ പറയാ നിത്യജീവന സാധനങ്ങളായിട്ടുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും സ്വർണത്തിന്റെയും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം ഈ ഓരോ വലിയ വലിയ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ചെറിയ ചെറിയ പാലിന്റെ പോലും ബിസ്ക്കറ്റിന്റെ പോലും വില വർദ്ധിക്കും. കാരണം 10 രൂപ കിട്ടുന്ന ബിസ്ക്കറ്റ് നാളെ 20 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഓരോ ഫാമിലികളും ഓരോ എന്താ പറയാ ചെറിയ ഫാമിലികളിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. കാരണം പൈസ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പൈസ ഉള്ളവർക്ക് അതൊന്നും അറിയണ്ട. കാരണം എത്ര വില വർദ്ധിച്ചാലും നമ്മുടെ സർക്കാർ ഒരിക്കലും ജനങ്ങളെ കൈവിടില്ല. എന്തായാലും എന്തിന് വില കൂട്ടിയാലും ഞാൻ പറയുന്നു പാലിനും ബിസ്ക്കറ്റിനും പാൽപ്പൊടിക്കും വില കൂട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയും. ബിരിയാണിക്കും ബിരിയാണിക്ക് ഇപ്പൊ 150 രൂപയാണ്. അതൊരിക്കലും 250 രൂപ ആക്കരുത്. കോടിയാണല്ലേ. അപ്പൊ കോഴി മുട്ടയ്ക്ക് വില കൂട്ടാം. അപ്പൊ എന്തായാലും ഈ യുദ്ധം കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടക്കുന്നത് ഏഹ് ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്? ഇറാനിലല്ല. ഇറാനില് ആരോഗ്യ സംബന്ധി യുദ്ധം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വാർത്ത ഫുൾ അങ്ങനെ കാണാറൊന്നുമില്ല. എന്നാലും അതെന്തായാലും നന്നായി. അതെ അതെ, ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന അതിനു വേണ്ടിയാണ്. ന്യൂസ് ചാനൽ വാർത്ത കാണാൻ ആരാണ്? ഞാൻ സൂപ്പർ സ്റ്റാറാണ്. AJP അറിയില്ലേ? എന്റെ തൊട്ടടുത്തിരിക്കുന്നത് AJP ആണ്. AJP ക്ക് എന്താ താങ്കൾ വിഷമിപ്പിക്കണ്ട. അമേരിക്കയിൽ വരാനായിട്ട് എന്താണ് പ്രശ്നം? ജവാനാണ്. ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് AJP വളരെയധികം വ്യാകുലനാണ്. അത് ഒരു മാസമായിട്ട് വാർത്ത കണ്ടിട്ടില്ല. ടെൻഷൻ അടിക്കേണ്ട. AJP എല്ലാം ശരിയാവും. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. കാരണം നമ്മളെ വിളിച്ച് ഒരുപാട് പേര് ഗൾഫ് ആൾക്കാര് എന്താ പറയാ ഇനാഗ്രേഷൻ എന്ന് വിളിച്ചപ്പോൾ പറ്റിക്കാറുണ്ട്. അപ്പൊ പറ്റിക്കുന്നവർക്കൊരു അടിയായിരിക്കും ഈ യുദ്ധം. കാരണം ഒരുപാട് പേര് എന്താ പറയാ പേടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണെന്നല്ല, ഒരുപാട് പേര് ആ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. ഒരാളെ എന്താ പറയാ മാക്സിമം തളർത്താവുന്നതിന് മാക്സിമം തളർത്തുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉള്ളില് ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂലല്ലോ. കാരണം നമ്മള് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. ഒരുപാട് ഫേക്ക് ആയിട്ട് ആൾക്കാര് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും ഒരു അടിയായിരിക്കും ഈ പറയുന്ന എന്താ പറയാ ഈ ഒരു അറ്റാക്ക്. മാൻഡ്രേക്ക് അല്ല, പ്രാക്കാണോ? ചട്ടവനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം തതിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഞാൻ ഗൾഫിലെ ആൾക്കാര് തീർച്ചയായിട്ടും. കാരണം പെരേര ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകുന്നില്ല. കാരണം അവന്റെ കഴിവ് ഉപയോഗിച്ച് എന്നെ വിളിക്കാൻ താല്പര്യം വിളിച്ചാൽ മതിയല്ലോ. ഇപ്പൊ പോലും ഞങ്ങൾ അതെ അതെ. കാരണം ഗൾഫ് ഇപ്പോ ഭയങ്കര പ്രതിസന്ധിയിലാണല്ലോ. കാരണം നമ്മളെ സ്ഥിരം വിളിച്ച് കളിയാക്കുന്ന ഒരു മേഖലയായിരുന്നു ഗൾഫിലെ മേഖല. അവരൊക്കെ തീർന്നു. എന്താ അവരൊക്കെ പോകുമ്പോ തീർന്നു. തീർന്നിട്ടൊന്നുമില്ല. ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ കൂടുതലുള്ളൂ. വിളിച്ച് പറ്റിച്ചപ്പോഴാണ് ദയവ് ചെയ്ത് ആരും പെരേരെ അങ്ങനെ പറ്റിക്കരുത്. പറ്റിക്കരുത്. അവർക്കൊക്കെ മിസൈൽ വരുന്നതായിരിക്കും. പറ്റിച്ചാൽ മിസൈൽ വരും. കർമ്മ അല്ലെ? കർമ്മം കാര്യങ്ങളൊക്കെ ഉണ്ട്. മർമ്മല്ലേ? കർമ്മം ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരും. കാരണം ഒരാളെ എന്നെ മാത്രമല്ല ഒരുപാട് പേരെ ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ഗൾഫിൽ. കാരണം നമ്മളെ അങ്ങനെ വിളിച്ചു കളിയാക്കുന്നുണ്ടെങ്കിൽ എത്ര കളിയാക്കുന്നുണ്ടാവും. സന്തോഷ് വിളിച്ച് കളിയാക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും മറ്റേ ഭയം ഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്. സിനിമയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊരു വാക്കുകളാണ്. നമുക്ക് ഇനി അതിലേക്ക് നടക്കാം. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടന്റെ ദിലീപേട്ടനായിട്ടുള്ള അഭിനയം? എന്തായാലും ഒരുപാട് പേര് എന്താ പറയാ അബ്ബ കണ്ടായിരുന്നു, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ബബ്ബനെ TV വരാൻ പോയല്ലേ, അത് വലിയൊരു ചരിത്രമാവട്ടെ. OTT ഇങ്ങനെ ഹിറ്റ് ആയിരുന്നു. ഇനിയിപ്പോ TV വരുമ്പോ പറ്റി പറയാം. എങ്ങനെയുണ്ടായിരുന്നു സഞ്ജു വിൽസന്റെ? പെരേരയ്ക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ജനങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുണ്ട്, കളിക്കാൻ ഇഷ്ടമല്ല. അതൊക്കെ അറിയാണ്ടോ? അതുകൊണ്ടാ അറിയാഞ്ഞിട്ട് മാത്രമല്ല, നമ്മളെ പറ്റിയൊരു മേഖലയല്ല. എപ്പോഴെങ്കിലും ക്രിക്കറ്റ് ഗെയിംസിൽ പെരേര പങ്കെടുത്തിട്ടുണ്ടോ? നമ്മള് ഓട്ട മത്സരത്തിലൊക്കെ പണ്ട് ഫസ്റ്റ് ആണ്. തവളച്ചാട്ടം അത് ഫസ്റ്റ് അല്ല, ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആണ്. 11 സ്പൂൺ റേസ്. അത് ഇപ്പോഴും ഉണ്ടല്ലോ. അതിപ്പോഴും ഇല്ലേ? ഇപ്പഴെന്തിനാണ്? പെരേര നല്ലൊരു കലാകാരനാണ്. മിമിക്രി, മോൺ ആക്ട്, ഇങ്ങനെ സ്വപ്നത്തിൽ മാത്രം. സഞ്ജുവിന്റെ ഒരു ശബ്ദം ഒന്ന് അനുകരി.
സഞ്ജു സാംസൺ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും സഞ്ജു സാംസനെ? ശ്രമിച്ചാ പറ്റും. ഉറങ്ങണോ? അല്ല, ഇമിറ്റേറ്റ് ചെയ്യാനൊന്നുമില്ല. സഞ്ജു സാംസൺ നല്ലൊരു എന്താ പറയാ ഫുട്ബോൾ പ്ലെയറാണ്. പ്ലെയറാണ്. ഫുട്ബോൾ അല്ലേ? ക്രിക്കറ്റ് കളിയാക്കരുത്. ക്രിക്കറ്റാണ്. ആള് ഏത് പൊസിഷനിലാണ് ഇറങ്ങുന്നത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പുള്ളി ഗോളിയായിട്ട് വരും. ക്രിക്കറ്ററാണ്. ക്രിക്കറ്റ് സംബന്ധിച്ചൊരു വ്യക്തിയാണ്. നല്ലൊരു മനസ്സ് സ്നേഹിയാണ്. ഒരുപാട് ആരാധകരുള്ള ആൾക്കാരാണ്. അപ്പോ ഫുള്ള് ബോളിംഗ് എങ്ങനെയുണ്ട്? ഫുള്ള് ബോളിംഗ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ബോളിംഗ് ആണോ ക്രിക്കറ്റിംഗ് ആണോ ബാറ്റിംഗ് ആണോ നമുക്ക് കറക്റ്റ് അറിയില്ലെന്നല്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ ബാറ്റാണോ ബോളിംഗ് ആണോ പുള്ളി ചെയ്യുന്നതെന്ന് കറക്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? ബാറ്റിംഗ് ആണോ അതോ ബോളിംഗ് ആയിരിക്കുമോ? രണ്ടു കാര്യം ആയിക്കോട്ടെ. പറയൂ മിസ്റ്റർ. നിങ്ങൾക്കറിയാം. ഇഷ്ടപ്പെട്ട ഒരു നടൻ ആരാണ്? ദിലീപ്. കേരളക്കാരെയാകെ അറിയാവുന്ന ഒറ്റക്കാരിയോ? ആണോ? ദിലീപ്. ഇളക്കി മറിക്കുന്നു. അല്ല, ദിലീപ് എന്ന വ്യക്തിയെ എന്റെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പേഴ്സണലി ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടനായിരിക്കും. ലാലേട്ടൻ. ഈ അടുത്തല്ലേ താങ്കൾ നടിമാരിൽ വെച്ച് ഏറ്റവും നല്ലൊരു നടിയായി ലാലേട്ടൻ നടിയായ തോന്നിയത് ആരെയാണ്? തന്റെ നായികയായി അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചത് ആരുടെ കൂടിയാണ്? മമിത ബൈജു. മമിത ബൈജു. പോയി. സ്വപ്നത്തിൽ മാത്രം നടക്കാണ്ടിരിക്കാം. നടക്കില്ല. നടക്കാണ്ടിരിക്കാം. പുള്ളിക്കാരനോട് പറയാൻ പറ്റില്ല. ഒരു നിമിഷം കൊണ്ടാണ് ജീവിതം മാറി മറിയുന്നത്. ഒരു പക്ഷേ കാരണം ഇപ്പൊ എപ്പോഴാണ് ഇവനെ കാരണം ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനെങ്കിലും എനിക്ക് പറ്റിയിട്ടുണ്ട് മമിത ബൈജുവിന്റെ ഒപ്പം. അപ്പൊ നാളെ ഒരു പടത്തില് ഒരു കാസ്റ്റില് ഒരു ക്യാരക്ടർ അല്ലെ, നായകനായിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ അല്ലെ, നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ടും അല്ലെങ്കിൽ അനുജനായിട്ടൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാല് താങ്കൾക്ക് റോൾ കിട്ടൂല. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കിന്റെ റോളാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ ചെയ്യാമല്ലോ. നല്ലൊരു ക്യാരക്ടർ വരുമ്പോ ചെയ്യാലോ. മമിത ചേച്ചിയുടെ ഒരു ഫാനാണല്ലോ. അത് വലിയൊരു കാര്യമാണ്. കാരണം ഉണ്ണിക്കണ്ണനെ പോലും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെയും നല്ല രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. കാരണം പുള്ളിക്കാരത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് 1000K ലൈക്കായിട്ട് കിട്ടിയത്. അപ്പൊ അത്രയും ഫാൻ ബേസ് ഉണ്ട്. വിജയഗാഥയിലാണ് ഇനി വിജയഗാഥയിൽ ഇനി എന്തെങ്കിലും ചോദിക്കാതെ നിങ്ങൾ ചോദിക്കാം. എത്ര തളർത്തിയാലും AJP ഒരിക്കലും തളരില്ല. അത് ഓൾറെഡി തളർന്നതാണ്. ഇനി തളരില്ല. ഞങ്ങളല്ല ചോദിക്കട്ടെ, താങ്കൾ പറയേണ്ടത്.